നമുക്കിനി ദുബായിലേക്ക് പോകാം. ദുബായിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ച ദുബായിലെ ഗ്ലോബൽ വില്ലേജ് വീണ്ടും തുറക്കുന്നു. തിങ്കളാഴ്ച മുതൽ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചത് ഗൾഫ് രാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്നും വിവരങ്ങളുമായി. റഹീസ്, ഒരു പോസിറ്റീവ് വാർത്ത തന്നെയാണ്. ഗ്ലോബൽ വില്ലേജ് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഭീഷണിയൊക്കെ മാറി, അല്ലെങ്കിൽ ആശങ്കകൾ മാറി, വീണ്ടും തുറക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ആദ്യമുള്ളത്. അതായത് ഈ ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞ ഫെബ്രുവരി 28 തന്നെ അടച്ചതാണ്. ഒരുവിധം UAE-യിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഫെബ്രുവരി 28 അടച്ചിരുന്നു. അതൊക്കെ പിന്നെ പതിയെ തുറന്നിരുന്നു. ചില നിയന്ത്രണങ്ങളോടെയൊക്കെയും ആളുകളെ അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഗ്ലോബൽ വില്ലേജിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗ്ലോബൽ വില്ലേജ് എപ്പോൾ തുറക്കുമെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതെന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ഗ്ലോബൽ വില്ലേജ് തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള വിവരം ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണി മുതൽ പ്രവേശനമുണ്ട്. 12 മണി വരെ പ്രവർത്തിക്കുന്ന തരത്തിലാകും ഗ്ലോബൽ വില്ലേജ് തുറക്കുക. അത് കാര്യമായുള്ള അറിയിപ്പായി വരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട് ഈ UAE-യിലെ സ്കൂളുകളൊക്കെയും 50 ദിവസത്തിന് ശേഷം മറ്റന്നാൾ തുറക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്കൂൾ ബസ്സുകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിവരമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ സ്കൂൾ ബസ്സുകൾ ഉണ്ടാകും. ഒരു പഠനം നടത്തിയ ശേഷം സുരക്ഷാ മുൻകരുതലുകളൊക്കെയും കൃത്യമായി പരിശോധിച്ച് ഒപ്പം തന്നെ ഈ ദ്രുതകർമ്മ സേനയുടെ ഒക്കെയും ഒരു പഠനവും ഒപ്പം തന്നെ അതിന്റെ ഒരു റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ട് സ്കൂൾ ബസ്സുകൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ ലഭ്യമാകും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ UAE-യിൽ നിന്ന് പുറത്തു. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.